ഹലോ വിദ്യാർത്ഥികളെ, 3ാം ക്ലാസ് എൻവയോൺമെന്റൽ സയൻസിന്റെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നിങ്ങളുടെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഇവിടെ ഫസ്റ്റ് എയും ബിയും രണ്ടെണ്ണം ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. നമുക്ക് രണ്ട് ആൻസറും ചെക്ക് ചെയ്യാം. 1A പാർട്സ് ഓഫ് പ്ലാന്റ്സ് ആണ് തന്നിരിക്കുന്നത്. There are many plants in Anu's garden. അനുവിന്റെ ഗാർഡനിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? The picture of one such plant is given. അതിൽ ഒരു പ്ലാന്റിന്റെ പിക്ചർ ആണ് തന്നിരിക്കുന്നത്. Label the parts of plants and connect them by drawing lines. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ പ്ലാന്റ്സിന്റെ പാർട്സ് അതിനകത്ത് എഴുതിയിട്ട് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ സ്റ്റെം വരച്ചിട്ടുണ്ട്, റൂട്ട് വരച്ചിട്ടുണ്ട്, പിന്നെ എന്താണ് ഫ്ലവർ വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. Put a tick mark against the correct statement given below. എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റിന് നിങ്ങൾ എന്ത് ചെയ്യണം? ടിക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ പ്ലാന്റ്സ് ഹാവ് ഫ്ലവേഴ്സ്. എല്ലാ പ്ലാന്റ്സിനും ഫ്ലവേഴ്സ് ഉണ്ടാവോ? ഇല്ല, തെറ്റാണ്. പ്ലാന്റ്സ് നീഡ് വാട്ടർ ടു ഗ്രോ. അത് ശരിയാണ്. അപ്പൊ ബി നമുക്ക് ടിക്ക് ഇടാം. ഓൾ പ്ലാന്റ്സ് ഹാവ് ലീവ്സ് ഓഫ് ദ സെയിം സൈസ്. എല്ലാ പ്ലാന്റിന്റെയും ലീവ്സിന് ഒരേ സൈസ് ആയിരിക്കുമോ? അല്ല, അപ്പൊ അതും തെറ്റാണ്. ഡി ഡിഫറെന്റ് പ്ലാന്റ്സ് ഹാവ് ലീവ്സ് വിത്ത് ഡിഫറെന്റ് ഷേപ്പ്. ഡിഫറെന്റ് പ്ലാന്റ്സിന്റെ ലീവ്സിന് ഡിഫറെന്റ് ഷേപ്സ് ആയിരിക്കും. അപ്പൊ ബിയും ഡിയും ആണ് നിങ്ങൾ ടിക്ക് ഇടേണ്ടത്. ഇനി അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1ബിയിലെ ദ കറക്റ്റ് പെയർ ഓഫ് ദ പ്ലാന്റ് ബിലോങ്ങിങ് ടു ദ സെയിം കാറ്റഗറി. സെയിം കാറ്റഗറിയിൽ വരുന്നതിന് പെയർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പാടി ഏതാണ്? തുമ്പയാണ്. പാടി തുമ്പയാണ്. ഒന്നാമത്തെ ഇതാണ്. മാംഗോ ട്രീയുടെ കോക്കനട്ട് ട്രീ. ഹിബിസ്കസ് റോസ് ആണ്. നെക്സ്റ്റ് പംകിൻ ബിറ്റർ ഗോഡ്. അപ്പൊ ഇങ്ങനെ. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ 8, രണ്ടാമത്തെ 5, മൂന്നാമത്തെ 6, നാലാമത്തെ 7. അപ്പൊ ബി ആണ് കറക്റ്റ് ഉത്തരം. ഇനി there are different types of flowers in nature. ഫ്ലവേഴ്സിൽ ഒരുപാട് നേച്ചറിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് റൈറ്റ്. ഫ്ലവേഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതുക. എന്തൊക്കെയാണ്? ഫ്ലവേഴ്സ് ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്സ് ആൻഡ് സീഡ്. ഫ്ലവേഴ്സ് ആണ് എന്താ ഫ്രൂട്ട്സും സീഡും ഒക്കെ ആയിട്ട് മാറുന്നത്. ദേ അട്രാക്ട് ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ബീഡ്സിനെയും ബട്ടർഫ്ലൈസിനെയും ഒക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ടു ഗെറ്റ് ഹണി ഫ്രം എന്താണ് ഫ്ലവേഴ്സ് അല്ലെ? ആർക്കാണ്? ബീസിനും ബട്ടർഫ്ലൈസിനും ഒക്കെ ഹണിയും കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ്? യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർഫ്യൂംസ് ആൻഡ് ഡെക്കറേഷൻ. പെർഫ്യൂംസ് ഉണ്ടാക്കാനും ഡെക്കറേഷനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫ്ലവേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2-3 പോയിന്റ്സ് എഴുതുക. ആക്ടിവിറ്റി 2 ന്യൂ പ്ലാന്റ്സ് ആണ്. വേരിയസ് സ്റ്റേജസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് ആർ ഗിവൺ ബിലോ. നമ്പർ ദം ഇൻ ഓർഡർ 1, 2, 3, 4, 5 സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് സ്റ്റേജ്. ഇത് നിങ്ങൾ എന്താ പറഞ്ഞേക്കുന്നത്? പ്ലാന്റ് ഗ്രോത്തിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഏതാണ് ആദ്യം ഉണ്ടാവുന്നത്, രണ്ടാമത് ഉണ്ടാവുന്നത്, എങ്ങനെയാണ്, മൂന്നാമത്, അങ്ങനെ പ്ലാന്റിന്റെ സ്റ്റേജുകൾ നിങ്ങളോട് ചെയ്യാനാണ്. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് സീഡ് ജെർമിനേറ്റ്. അത് സീഡ് ജെർമിനേറ്റ് ചെയ്യുകയാണ്. രണ്ടാമത് എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ലീഫ് സ്പ്രൗട്ട്, ഫസ്റ്റ് ലീഫ് ഉണ്ടാകും. മൂന്നാമത്തെ എന്താണ്? 2 ലീവ്സ് കം ഔട്ട്, 3 ലീവ്സ് പുറത്തേക്ക് വരും. നാലാമത്തെ എന്താ സംഭവിക്കുന്നത്? ഫ്ലവേഴ്സ് ബ്ലൂംസ്, ഫ്ലവേഴ്സ് ഉണ്ടാകും. അഞ്ചാമത്തെയാണ് ഫ്രൂട്ട്സ് അപ്പിയർ. ഈ ഓർഡറിൽ നിങ്ങൾ ഇതിനെ ഫിൽ ചെയ്യുക. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്സ് ആർ ഗിവൺ. ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ഈച്ച് കാറ്റഗറി. നമ്മൾ ഒരു ഗ്രൂപ്പ് 1, 2, 3 എന്ന് പറഞ്ഞ് 3 എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളതിനെ നിങ്ങൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് 1 മിറാക്കിൾ ലീഫ് പ്ലാന്റ്, നിശാഗന്ധി, പീ പ്ലാന്റ്. ഇതിൽ ഓഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്? പീ പ്ലാന്റ് ആണ്. രണ്ടാമത്തത് ജാസ്മിൻ, റോസ്, മാംഗോ ട്രീ. ഇതിലേതാണ്? മാംഗോ ട്രീ ആണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് 3 ഹിബിസ്കസ്, കറി ലീവ്സ്, ചെത്തി. ഏതാണ്? കറി ലീവ്സ് ആണ്. അപ്പൊ ഇതിൽ ഒറ്റപ്പെട്ടത് മാത്രം നിങ്ങൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. ലെറ്റസ് പ്രൊട്ടക്ട് പ്ലാന്റ്. പ്ലാന്റ് ഹാവ് മെനി ബെനിഫിറ്റ്സ്. പ്ലാന്റ്സിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. വി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫ്രഷ് എയർ, ഫുഡ് ആൻഡ് ഷെൽട്ടർ. Prepare poster to promote the idea that plants must be conserved. പ്ലാന്റ്സിനെ കൺസേർവ് ചെയ്യുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് നിങ്ങളൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റിനൊക്കെ വരച്ചിട്ട് സേവ് പ്ലാന്റ്, സേവ് ലൈഫ് എന്ന് എഴുതാം. പ്രൊട്ടക്ട് പ്ലാന്റ്സ്, പ്രൊട്ടക്ട് അവർ ഫ്യൂച്ചർ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എഴുതുക. പ്ലാന്റിന്റെ പടമൊക്കെ വരച്ച് നല്ല ഭംഗിയാക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 catching the prey features. Every living organism has physical features suitable for catching their prey. Find out such features, creatures given below. കുറച്ച് ക്രിയേച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞത്. ലയണിന്റെ പ്രത്യേകതയാണ് എബിലിറ്റി ടു റൺ ഫാസ്റ്റ്. നല്ല സ്പീഡിൽ ഓടും. പിന്നെ എന്താണ്? തിക് മെയിൻ, അത് എഴുതാം. പിന്നെ ഈഗിളിന്റെ പ്രത്യേകത ഷാർപ്പ് ഐസൈറ്റ് ആണ്. സ്ട്രോങ് വിങ്സ് ഉണ്ട്, ഷാർപ്പ് ക്ലോസ് ഉണ്ട്. ഇനി അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന വേറെയും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് എഴുതാം കേട്ടോ.
ഇനി ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിംസ് ഓഫ് ടു ക്രിയേച്ചേഴ്സ് ദാറ്റ് ക്യാച്ച് പ്രേ ബൈ സ്റ്റിക്കിംഗ് ഔട്ട് ദർ ടങ്. എന്റെ ടങ്കിൽ സ്റ്റിക്ക് ചെയ്യുന്നത് ഏതൊക്കെ രണ്ട് ക്രിയേച്ചേഴ്സിന്റെ പേര് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ്? ഫ്രോഗും ചമേലിയോണും. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 അത് തന്നെയാണ്. ഇനി ആക്ടിവിറ്റി 4ന്റെ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് മോഡ് ഓഫ് മൂവ്മെന്റ്സ് ഓഫ് ഓർഗാനിസം. ഇവിടെ കുറച്ച് ഫീച്ചേഴ്സിന് തന്നിട്ടുണ്ട്. അതിന്റെ ബോഡി ഫീച്ചേഴ്സും മൂവ്മെന്റ്സും ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഫിഷിന്റെ ബോഡി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ബോഡി വിത്ത് പോയിന്റഡ് എൻഡ്സ് ആണ്. പിന്നെ ഫിൻസ് ഓൺ ദ സൈഡ്സ് ആൻഡ് ടെയിലും ഇതിലും എന്തുണ്ട്? ഫിൻസ് ഉണ്ട്. മൂവ്മെന്റ് സ്വിമ്മിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഡോവ് ഹാവ് ലെഗ്സ് ഉണ്ട്, ഹാസ് വിങ്സ് ഉണ്ട്, വോക്സും ഫ്ലൈസും ആണ് അല്ലെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സ്നേക്ക് യൂസസ് ദ ഹോൾ ബോഡി ഫോർ മൂവ്മെന്റ്, ഹാസ് നോ ലെഗ്സ്. ക്രൗൾസ് ഇഴയാൻ ഹെൽപ്പ് ചെയ്യുന്നു. സിംസ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഗിവൺ ക്രിയേച്ചേഴ്സ് ബേസ്ഡ് ഓൺ സൈസ് ഓഫ് ദെയർ ബോഡീസ്. അതിന്റെ ബോഡീസിന്റെ ഇതില് ബോഡിയുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആൻഡ് ആണ്, സെക്കൻഡ് വൺ കോക്രോച്ച് ആണ്, തേർഡ് വൺ ക്യാറ്റ് ആണ്, ഫോർത്ത് വൺ ഗോട്ട് ആണ്, നെക്സ്റ്റ് ഏതാണ്? ഫിഫ്ത് വൺ കൗ ആണ്, ലാസ്റ്റ് ആണ് എലിഫന്റ്. ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്, ഫ്ലവേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. എ പിക്ചർ ഫ്രം ദ ഒബ്സർവേഷൻ ഡയറി ഓഫ് മിത്ര ഈസ് ഗിവൺ ബിലോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് കംപ്ലീറ്റ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിത്രയുടെ ഒരു ഒബ്സർവേഷൻ ഡയറിയിൽ നിന്ന് കണ്ട ഒരു പിക്ചർ ആണ് അല്ലെ. അപ്പൊ ഇതില് ബട്ടർഫ്ലൈയും എഗ്ഗും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ എഴുതേണ്ടത്? സീല് ലാർവയും ഡിയില് പ്യൂപ്പയുമാണ് എഴുതേണ്ടത്. സീല് ലാർവ, ഡിയില് പ്യൂപ്പ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ പ്ലാന്റ് ദാറ്റ് ഷുഡ് ബി ഗ്രോൺ ഇൻ ദ ബട്ടർഫ്ലൈ ഗാർഡൻ ടു അട്രാക്ട് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർഫ്ലൈ ഗാർഡനിൽ എന്തൊക്കെ ചെടികൾ നിങ്ങൾക്ക് വളർത്തുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ എഴുതുക. ഈശ്വരമുല്ല, മുസാന്ത, വഴന, പിന്നെ കറിവേപ്പ്, എരിക്ക്, നറുപാണൽ, ഇതിൽ ഏതെങ്കിലും എഴുതിയാൽ മതി നിങ്ങൾ ഒരെണ്ണം. പിന്നെ സി, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആർ ടു ബി ഗ്രോൺ ഇൻ എ ബട്ടർഫ്ലൈ ഗിവറേഴ്സ്. ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് എന്താണ് പ്ലാന്റ്സിന് നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനിൽ വളർത്തും. കാരണം എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടായിരിക്കും? ഒന്ന്, ബട്ടർഫ്ലൈസിന്റെ ആഹാരത്തിന് പൂക്കളുള്ള ചെടികൾ എന്ത് വേണം. പിന്നെ ലാർവയുടെ ഇതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഇലകളും വേണം അല്ലേ. അപ്പോ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആർ ടു ബി ഗ്രോൺ ഇൻ ബട്ടർഫ്ലൈ ഗാർഡൻ ഗിവറേഴ്സ്. അപ്പൊ അതിന് വളരാൻ വേണ്ടിയിട്ടാണ്, അതിന് ആവശ്യമുള്ള ആഹാരമൊക്കെ കിട്ടാനും പിന്നെ അല്ലേ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ അവിടെ വളർത്തുന്നത്. അതിന് ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കളുള്ള ചെടികളും വേണം. പിന്നെ ലാർവയുടെ ആഹാരത്തിന് ഇലകളും വേണം. അപ്പൊ ഇതാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.